ഉന്നാര റസൂലേ, എനിക്ക് അങ്ങേയും ഇഷ്ടമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലാവുന്നൊരു ദിക്ർ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. അതിന്റെ ആമുഖമാണ് ഈ പറഞ്ഞത്. സ്നേഹം കുട്ടികളുടെ കൽബിലേക്ക് കൊടുക്കണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ഉമ്മയ്ക്ക് എന്നോട് എപ്പോഴും ദേഷ്യമാണ്. അങ്ങനെ മക്കൾ വിചാരിക്കാൻ ഇടവരുന്ന വിധം അവരോട് പെരുമാറരുത്. നമ്മൾ പഠിച്ചു പോകുന്ന ജനിച്ചു പോകുന്ന കാലഘട്ടമല്ല നമ്മുടെ കുട്ടികളുടേത് എന്ന് ഉമ്മമാരൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഉപ്പമാരും അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമാണ്. തങ്ങളിതാ പറഞ്ഞത്, മുആദേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ മുആദ് തിരിച്ച്, നബിയെ, എനിക്ക് അങ്ങയെയും ഇഷ്ടമാണ്. അപ്പൊ നബി തങ്ങളൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. സ്നേഹം കൊണ്ട് പറയട്ടെ മുആദേ, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ചൊല്ലണം, അല്ലാഹുവേ അഇന്നി അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചൊല്ലാൻ, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണമേ. വശുക്രിക, നിനക്ക് നന്ദി പറയാനും എന്നെ സഹായിക്കണേ. വഹുസ്നി ഇബാദതിക, നിസ്കാരം നല്ലവണ്ണം നിർവഹിക്കാൻ, കുത്തിമറിഞ്ഞ് തീർക്കല്ല, നിസ്കാരം ആസ്വദിച്ച് നിസ്കരിക്കാൻ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ എന്ന് എല്ലാ നിസ്കാരം കഴിഞ്ഞാലും പ്രാർത്ഥിക്കണമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചത് ഒരു ഹൈസ്കൂൾ പ്രായമുള്ളൊരു കുട്ടിയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് എന്നവർ പറയാ, ഞാൻ പിന്നെ മരിക്കുന്നവരെ അത് നിർത്തിയിട്ടില്ല. അത് നമുക്കും ഇപ്പൊ മാതൃകയായി വന്നു. നമുക്കും ചൊല്ലാം നിസ്കാരം കഴിയുമ്പോൾ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. ഇതിനുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അതിൽ വന്നൊരു ഫ്രണ്ട് റിക്വസ്റ്റ്. ആഫ്രിക്കയിലുള്ള ചെറുപ്പക്കാരൻ, അവൻ അമേരിക്കൻ പാസ്പോർട്ടുള്ള ചെറുക്കനാണ്, 17 വയസ്സായിട്ടുള്ളൂ. ഈ കുട്ടിയുമായി അടുപ്പം തുടങ്ങി, സംസാരം തുടങ്ങി. കുട്ടിക്ക് 13, മൈനറാണ്, ചെറുക്കനും മൈനറാണ്. എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞു. എവിടെ? ജോർജിയയിൽ വെച്ചിട്ട്. അപ്പൊ UK-യിൽ നിന്ന് ഈ കുട്ടിക്ക് ജോർജിയയിലേക്ക് ഫ്ലൈ ചെയ്യണം. അപ്പൊ മൈനറാകുമ്പോൾ എല്ലാ ഫ്ലൈറ്റും അവരെ കൊണ്ടുപോലെ അഡൽട്ട് കൂടെ വേണം. അപ്പൊ ഇത്തരം എബോവ് 12 years ആയ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ആ സാധ്യതയുള്ളൊരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞു തരില്ല, അത് ഉപയോഗപ്പെടുത്താൻ. അതിന് ടിക്കറ്റ് എടുത്തു. സ്കൂളിൽ നിന്ന് ട്രിപ്പാണെന്ന് പറഞ്ഞു വാപ്പയോട്. ടീച്ചറുടെ ഇമെയിൽ ഫേക്കായി ഉണ്ടാക്കി, ടീച്ചറുടെ ഇമെയിലിൽ നിന്നും വാപ്പയ്ക്ക് ടീച്ചർ ഇമെയിൽ ചെയ്യുന്നു. ആരാ ചെയ്യണത്? മകൾ തന്നെ. ഇതാ, മോൾക്ക് ഇന്നൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ജോർജിയയിലെ, കുട്ടിക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, പാരന്റ് പെർമിഷൻ കൊടുക്കണം. എയർപോർട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് വിവരം അറിയുന്നത് ഇതൊരു വലിയൊരു ട്രാപ്പിലേക്ക് പോകുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്ത കാലം. നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും? അതും അത്രമേൽ ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ഒരു പിതാവ്. ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിലും അതിപറ്റ ഉസ്താദിന്റെ മജ്ലിസിൽ സ്ഥിരം അവിടെ ഇരിക്കുന്ന, അതല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല നല്ല സദസ്സുകളിൽ സജീവ സാന്നിധ്യമുള്ള ഒരു നല്ല മനുഷ്യൻ. ഞാൻ പറയുന്നത് ആ പിതാവിന്റെ മനസ്സിന്റെ വേദന നമ്മൾ ഓരോ മക്കളുടെയും ചിത്രമാണ്. ആ കുട്ടി രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അള്ളാഹു കുട്ടിക്ക് നല്ല ഭാവി നൽകണം, നല്ല സ്മാർട്ട് മോള്. പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മുടെ കുട്ടികൾ എങ്ങനെ വഴിതെറ്റിപ്പോകുമെന്ന് നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ റസൂൽ ഇഷ്ടപ്പെടുമോ, എൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടുമോ? ഈ ഒരു ചിന്ത നമ്മുടെ മക്കളുടെ കൽബിലേക്ക് കൊടുത്താൽ നിങ്ങൾ എവിടേക്ക് വരെ പറഞ്ഞയച്ചാലും അവർ രക്ഷപ്പെടും. ഇതെന്റെ റസൂലിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതെന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഇതെന്റെ ഹബീബിന് ഇഷ്ടമാണ്. ഇത് ഉമ്മമാർ കൊച്ചുപ്രായം മുതൽ പഠിപ്പിക്കണം. കിടന്നുറങ്ങുമ്പോൾ, മോനെ, വലതു ഭാഗത്തേക്കാ നമ്മുടെ റസൂല് കിടന്നുറങ്ങിയത്. വാഹനം കയറുമ്പോൾ നമ്മുടെ പുണ്യ റസൂൽ ഒരു ദിക്ർ ചൊല്ലിയിട്ടുണ്ട്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ദുആ സഫർ ചൊല്ലി കൊടുക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതബി അന്നാ ബുഅദ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. ഇതൊക്കെ ഉമ്മയും വാപ്പയും പഠിച്ചേക്കണേ, അപ്പോഴേ മക്കൾക്ക് ചൊല്ലി കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓരോ തവണ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴും വാഹനം മൂവ് ചെയ്യുമ്പോഴേക്കും ഇത് ചൊല്ലിക്കൊടുത്താൽ നമ്മുടെ മക്കൾ ഓട്ടോമാറ്റിക്കലി ചൊല്ലി തുടങ്ങും. മാതൃകയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഉമ്മാർക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തിട്ടും റീൽ കണ്ടിട്ടും നേരം കിട്ടുന്നില്ല അതൊന്നും പഠിക്കാൻ. ഉപ്പമാര് പിന്നെ വേറെ ലോകത്ത് നമ്മൾ ഓടുകയാണ്. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യും? മക്കൾ എന്നത് വലിയൊരു അനുഗ്രഹം, ഒരു സ്വർഗമാണ് നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകുന്നത്. ആ മക്കളെ നന്നായി വളർത്തിയെടുക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു കർമ്മമാണ്. അത് ആ പ്രായത്തിൽ നഷ്ടപ്പെടുത്തല്ലേ. സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് സംസാരിക്കുമ്പോഴേ പുണ്യ റസൂലിനെ നമ്മുടെ ചർച്ചകളിൽ കൊണ്ടുവരണം. നമ്മുടെ മക്കളെ ഹിജാബ് ധരിക്കാൻ അവർ മടിക്കുമ്പോ നമ്മുടെ ഹബീബ് അത് ഇഷ്ടപ്പെട്ടതാണ്. അവിടുത്തെ പുണ്യമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ മോളാണ്. ആ മോളത് ചെയ്തിട്ടുണ്ട്. മോളെ, നിന്നെക്കാളും എത്രയോ സുന്ദരിയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, പുണ്യ റസൂൽ വഫാത്തായതിന്റെ ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഞാൻ കാണുമ്പോൾ കഅന്ന മിശിയതഹാ മിശിയത്തുർ റസൂൽ. ഫാത്തിമ ബീവിയുടെ നടത്തം റസൂലിന്റേതു തന്നെ. ഫാത്തിമ ബീവിയുടെ മുഖം റസൂലിന്റെ മുഖം തന്നെ. ഫാത്തിമ ബീവിയുടെ ശബ്ദം ഹബീബിന്റെ ശബ്ദം തന്നെ എന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നനയുമായിരുന്നു. അത്രക്ക് ഹബീബിനെ മുറിച്ചു വെച്ചു എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ ചില സ്വഹാബിമാരുണ്ട്. ഹബീബിന്റെ സ്വഹാബികളിൽ മഹാനായ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നബിയുടെ രൂപമായിരുന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവർക്ക് നബി തങ്ങളുടെ മുഖഭംഗി ഉണ്ടായിരുന്നു. ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഹബീബിന്റെ മുഖഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ചില 10-12 സ്വഹാബിമാർ ഹബീബിന്റെ മുഖം പോലത്തെ മുഖം. അങ്ങനെ അത് എന്നല്ല, ഏകദേശം അശ്ബഹത്ത് ഖൽഖി വ ഖുലുഖി. ഫാത്തിമ ബീവി അങ്ങനെയാ. അങ്ങനത്തെ ഹബീബ് ഇഷ്ടപ്പെട്ട മോളാണ്. ആ മോൾ അച്ചടക്കത്തിൽ ജീവിച്ചിട്ടില്ലയോ മോളെ? ആ മോള് കല്യാണം കഴിഞ്ഞിട്ട് കൈകൾ, അവിടുത്തെ ഗ്രൈൻഡർ കല്ലുപയോഗിച്ചിട്ട് കൈകളിൽ ബ്ലിസ്റ്റർ, കൈകളിൽ മുറിവുണ്ടായിരുന്നു. നമ്മൾ വെള്ളം കെട്ടി നിൽക്കാന്നൊക്കെ പറയില്ലേ, കൈകൾക്ക് വ്രണമുണ്ടാകുന്നത് കല്ല് ഉരസിയിട്ട്. മിനുമിനുത്ത ഫാത്തിമ ബീവിയുടെ കൈകൾ ഭർത്താവിന്റെ വീട്ടിൽ പോയി ജോലി ചെയ്തിട്ടുണ്ടായതാ. നമ്മൾ പല മസലും പറയും, ഭാര്യയ്ക്ക് വേണമെങ്കിൽ ശമ്പളം ചോദിക്കാം ഭർത്താവിനോടെന്ന്. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് ചോദിച്ചിട്ടില്ല എന്ന് നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് ചോദിച്ചിട്ടില്ല. അവരൊക്കെ അച്ചടക്കത്തിൽ കുടുംബിനികളായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് മോളെ, നമ്മുടെ മാതൃക അതാണ് എന്ന് നമ്മുടെ മക്കളോട് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ മക്കളുടെ ഖൽബ് പ്രവാചകരുമായി ആ സ്നേഹബന്ധം രൂഢമൂലമാകുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, അവര് ഒരു അഫയറിന്റെ പിന്നാലെയും പോകാൻ അവരെ കിട്ടില്ല. ആരും പിന്നാലെ കൂടി എന്ന് വിചാരിച്ച് നമ്മുടെ മക്കൾ കേടുവരാനും പോകുന്നില്ല. അവരിൽ ഹബീബിനോടുള്ള മഹബത്ത് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിനെ കൊടുത്തു തുടങ്ങുക. ഓരോ കാര്യം, ഭക്ഷണം കഴിക്കും ബിസ്മി ചൊല്ലുമ്പോ നമ്മുടെ റസൂൽ ഇതാണ് ചൊല്ലിയത്. വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈ ആദ്യം ധരിക്കുന്നത്, വസ്ത്രം ഊരുമ്പോൾ ഇടത് കൈ ആദ്യം ഊരുന്നത് നമ്മുടെ റസൂൽ അങ്ങനെയാ ചെയ്തത്. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാല് ധരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാ മോനെ ചെയ്തത് സല്ലല്ലാഹു. ഹബീബിന് ഇഷ്ടം സത്യം പറയലാണ്. നുണ പറയുന്നത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമല്ല മോനെ എന്ന് തുടങ്ങിയുള്ള ഹബീബിനോടുള്ള ഇഷ്ടം സ്നേഹം എന്ന വാക്കുകൾ സ്വഹാബികൾ തർബിയത്തിൽ സ്വീകരിച്ച മാർഗമാണ്. അത് തന്നെ നമുക്കും സ്വീകരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിയമം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നിയമം പഠിപ്പിക്കാൻ കൊച്ചുമക്കളോട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിയമം സ്റ്റാമ്പ് ചെയ്യാൻ പാടില്ല അവരുടെ മേൽ. അവർക്ക് ഉത്ബോധനം കൊടുക്കാം, പക്ഷേ സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ടാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഉന്നത ഭാവിയും നല്ല വിജയവും നല്ല പഠനവും നല്ല മികവും നല്ല ഹൈ പ്രൊഫഷണലുകളായി നമ്മുടെ മക്കളൊക്കെ വളരണം. അല്ലാഹു തആല അവരെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായി മുത്തബിഈങ്ങളായി ദീനിന്റെ ഖാദിമീങ്ങളായി അല്ലാഹു വളർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നിബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചതിൽ ഏറ്റവും വലിയ പാഠങ്ങൾ നമുക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു എന്നതാണ്. പ്രവാചകർ ചില പ്രാർത്ഥനകൾ ചൊല്ലാൻ നമ്മളെ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് നിബിതങ്ങൾ. എന്തിനാണെന്നറിയോ? നമ്മുടെ പരിശ്രമങ്ങൾക്കപ്പുറം ആ പ്രാർത്ഥനകൾക്ക് ചില സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയും. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് നിബിതങ്ങൾ പറഞ്ഞ പ്രാർത്ഥന അത്തരത്തിലൊരു പ്രാർത്ഥനയാണ്. ഇപ്പൊ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കൂടി 1 ലക്ഷം, അത്ര 1.20 ആയോ?
എത്ര? 1,20,000. സുബ്ഹാനല്ലാഹ്. പുണ്യനബി തങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ജനങ്ങളൊക്കെ സ്വർണവും വെള്ളിയും വാങ്ങി വെക്കാനും വാങ്ങിച്ചത് കൈവിടാതെയും മനുഷ്യൻ അതിനെ പൊത്തിപ്പിടിച്ച് സൂക്ഷിക്കുന്നത് കാണുമ്പോൾ സ്വർണവും വെള്ളിയും വാങ്ങിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക്, വാങ്ങിക്കാൻ കഴിയുന്നവരാണെങ്കിലും അതിനേക്കാളും മെച്ചപ്പെട്ടത് ഞാനൊന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്. ഈ സ്വർണവും വെള്ളിയും അത് സമ്പത്തിന്റെ ഒരു സിമ്പലാണ്. ഭൂമി, നമ്മുടെ മതിൽക്കെട്ട്, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ആധാരം. ആധാർ കാർഡല്ല, മനുഷ്യന്റെ ആധാരം. ഇന്ന് ഈ സ്ഥലം എന്റേത്, ഈ പൊന്ന് എന്റേത്, എനിക്ക് എന്ന് മനുഷ്യന് തോന്നുന്ന ഈ തോന്നലുകൾ ഒരു വലിയ അസുഖമാണ്. അപ്പൊ നമ്മൾ മരിച്ചുപോയവർക്ക് അള്ളാഹുവെ ഖബർ വിശാലാക്കി കൊടുക്കണേ എന്ന് ദ്വാരക്കുന്ന പോലെ ജീവിച്ചിരിക്കുന്നവന്റെ മനസ്സ് വിശാലാക്കണമേ എന്ന് ദ്വാരക്കണം. അപ്പോഴേ നമ്മുടെ നാട്ടിലെ വഴികളൊക്കെ ഒന്ന് വീതി ഉണ്ടാവുള്ളൂ. പാറാട്ടും പാനൂരും അങ്ങനെ ഇടുങ്ങിയ വഴികളാണെന്ന് ഞാൻ പറയല്ല, പക്ഷെ ഇന്ന് പോയ കുറച്ച് വഴികളൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഈ നാട്ടുകാര് പെണ്ണിനും പുറത്തു കൊടുക്കൂല, മണ്ണും പുറത്തു കൊടുക്കാറില്ല, ഒക്കെ കുടുംബത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കില്ല, ഇത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഉണ്ടോ ഇവിടെ? അത്ര വലിയ പിശുക്ക് നമുക്ക് തോന്നുന്നുണ്ടോ? സമ്പത്ത്, ആ ഒരു മണ്ണ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരു മതില്, ആ മതിൽ നിൽക്കുന്ന ഭാഗം ഒന്ന് റോഡിലേക്ക് വിട്ട് ഇങ്ങോട്ടൊന്ന് മതിലൊന്ന് ചാരിച്ചു കൊടുത്താൽ അപ്പുറത്തെ വീട്ടുകാർക്കും ആ വഴി ഉപയോഗിക്കുന്നവർക്കും മനസ്സിന് ഇടുക്കമില്ലാതെ പോകൂലേ? നമ്മൾ വല്ലാണ്ട് ഈ സമ്പത്തിനോട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴേ നമ്മൾ ആലോചിക്കണം, മണ്ണിൽ പോയി കിടക്കുന്ന ആരെങ്കിലും ഈ ആധാരം കൊണ്ടുപോയിട്ടുണ്ടോ കൂടെ കിടക്കാൻ? ഇല്ല. ഇതിനൊക്കെ അർഹിക്കുന്ന വിലയെ ഓവർ കൊടുക്കരുത്. സമ്പത്തുണ്ടായിക്കോട്ടെ, പക്ഷെ ഇത് എല്ലാമാണ്, ഇത് എന്തോ ആണ്. ഒന്നുമല്ല. നിങ്ങൾ തിന്നുന്ന ഭക്ഷണവും നിങ്ങൾ കുടിക്കുന്ന ഗുളികയും നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രവും ഇത്രയേ നമുക്കുള്ളൂ. ബാക്കിയൊക്കെ അനന്തരാവകാശികൾ കൊണ്ടുപോകും, അല്ലേ? സമ്പത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കയ്യിൽ പൈസ വേണമെങ്കിൽ ആ സ്ഥലം വിറ്റേ പറ്റും. എന്നിട്ട് വേണം ഒരു നല്ല വീട് വെക്കാൻ, ഒരു വാഹനം വെക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, അല്ലേ? മനുഷ്യൻ പിശുക്ക് കാണിച്ച് സമ്പത്തിനോട് വല്ലാണ്ടങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ പുണ്യനബി തങ്ങൾ പറയാ, ജനങ്ങൾ സ്വർണവും വെള്ളിയും വാരിക്കോരി കയ്യിൽ വെക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശദ്ദാദ് ഇബ്നു ഔസേ, യാ ശദ്ദാദ് ഇദാ റഅയ്ത الناس قد اكتنزوا الذهب والفضة, സ്വർണവും വെള്ളിയും ജനങ്ങൾ വാരിക്കോരി വെക്കുന്നത്, വാരിക്കോരി കൂട്ടി വെക്കുന്നത്, പിശുക്കി വെക്കുന്നത്, ആർക്കും വിട്ടുകൊടുക്കാതെ ഒരൽപ്പം പോലും സൗകര്യം ചെയ്യാതെ അവനവന്റെ ഭൂമി ഇതെന്റേത്, ഒരു മണൽത്തരി പോലും ഞാൻ നാട്ടുകാർക്കോ വഴിക്കോ കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരുന്ന ഈ പ്രാർത്ഥനകളുടെ വചനങ്ങൾ നിങ്ങൾ ചേർത്ത് വെക്കണേ, കൈകളിൽ ഒരുക്കി വെക്കണേ. ഇത് കയ്യിൽ വേണം. ആളുകളുടെ കയ്യിൽ സ്വർണ്ണം വെള്ളിയൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഈ പ്രാർത്ഥന പഠിച്ചു വെക്കണമേ. എന്ത് മനോഹരമായ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, അല്ലാഹുവേ നേരായ കാര്യത്തിൽ ഒരു വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ അല്ലാഹ്. അടിയുറച്ചു നിൽക്കുക, ഇങ്ങനെ വൈവറിങ് ഉണ്ടാവരുതെന്ന. മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയിൽ കിടക്കുന്ന ഒരു തൂവൽ പോലെയാണ് എന്ന ഹദീസിലുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മരുഭൂമിയിൽ കിടക്കുന്ന തൂവൽ പോലെ. വതഖാഫു അലൈനാ യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ അങ്ങയെ ഞങ്ങൾ കണ്ടതിന് ശേഷം, അങ്ങയെ ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം, അങ്ങയിൽ നിന്ന് അറിവ് ഞങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വഴിമാറി പോകുമെന്ന് അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ച് പേടിയുണ്ടോ? സഹാബികൾ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, വമായു അമ്മിനുനി, എന്ത് സമാധാനമാണ് സഹാബികളെ എനിക്കുണ്ടാകുന്നത്? വൽ ഖൽബു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ യഖ്ലിബുഹു കൈഫ യശാ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ എന്ന് പറയാൻ പറ്റുമെങ്കിൽ പടച്ചതമ്പുരാന്റെ വിധികൾക്കിടയിൽ കിടക്കുന്നതല്ലേ മനുഷ്യഹൃദയം. ആ ഖൽബിനെ പടച്ചവൻ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കുമല്ലോ. ലഖൽബു ഇബ്നി ആദമ അശദ്ദു ഇൻഖിലാബൻ മിനൽ ഖിദരി ഇദാ ഇസ്തജ്മഅത് ഗലയാനാ. അരി വെച്ച് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ
അത് തിളച്ചു വരുമ്പോൾ ആ വറ്റുകൾ വെന്തിങ്ങനെ ഉരുണ്ട് മറിയുന്ന പോലെ, മേലോട്ട് വന്ന് മറിയുന്ന പോലെ ഹൃദയങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ആദം നബിയുടെ മക്കളുടെ ഹൃദയം ആ തിളച്ചു മറിയുന്ന തളികയിലെ ഭക്ഷണം തിളച്ചു മറിയുന്ന പോലെ ഹൃദയങ്ങൾക്ക് മാറ്റം വരും. നല്ലവണ്ണം നിസ്കരിച്ചുകൊണ്ടിരുന്ന മോനെ ഒരു സുപ്രഭാതം പറയുന്നു, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയെന്ന്. പടച്ച റബ്ബേ, എന്തേ കുട്ടിക്ക് പറ്റിയത്? നല്ല മോനാ, അവൻ്റെ ചേലും കോലൊക്കെ മാറി തുടങ്ങി, കൽബങ്ങ് മാറി. എന്തെങ്കിലും കേട്ട് കാണും, ഏതെങ്കിലും ഏത്യസ്റ്റുകളുടെ വല്ല ഗ്രൂപ്പിലും ചെന്ന് പെട്ട് കാണും. തീരെ ബുദ്ധിയില്ലാത്തവരാണ് ഏത്യസ്റ്റുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബുദ്ധിയുള്ളവരാളും ലോജിക്കില്ലാത്ത കാര്യം പറയില്ല. പ്രപഞ്ചം ഉണ്ടായത് വെറുതെ, അങ്ങനെ ഇപ്പോൾ ഭ്രാന്തന്മാർക്ക് പറഞ്ഞുകൂടെ ഇത് വെറുതെ ഉണ്ടായതാ? അതാണോ സയൻസ്? സയൻസ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇഫക്ട്സ് ഹാസ് ടു ഹാവ് എ കോസ് അല്ലെ? ഏതൊരു കാര്യം നടക്കണമെങ്കിലും അവിടെ ഒരു കാരണം വേണമെന്നാണ്. ആ മൂലകാരണം എന്ന് പറയുന്ന മുസബ്ബിബുൽ അസ്ബാബ് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. ഒരു സബബും ഒരു കാരണവും ഒരു കാര്യം നടക്കാൻ വേണ്ട എന്ന് പറയുന്നത് ബുദ്ധിയുള്ള വർത്താനമാണോ? അല്ല. അത്തരം ഗ്രൂപ്പുകളിൽ ചില മക്കള് കയറിക്കൂടും, കേൾക്കാൻ പിന്നങ്ങ് പെട്ടുപോകും. ഖൽബ് മാറി മറിയുകയാണ്. മദ്രസയിൽ 7ാം ക്ലാസ് വരെ പഠിച്ച മോനാണ്, 10ാം ക്ലാസ് വരെ ദർസിൽ പോയ മോനാണ്. പക്ഷേ ഇപ്പോ വിശ്വാസമില്ലത്രേ. നമ്മൾ എത്ര കേൾക്കുന്നു മക്കളെ കുറിച്ച്. മനുഷ്യ ഹൃദയം അങ്ങനെയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസലുൽ ഖൽബി കമസലി റീശത്തിൻ ബിഅർളി ഫലാഹ് തഖ്ലിബുഹ റിയാഹു ളഹറൽ ബത്ൻ. മരുഭൂമിയിൽ കിടക്കുന്ന ഒരു തൂവൽ പോലെയാണ് മനുഷ്യന്റെ ഹൃദയം. അത്രേ കാറ്റിലിങ്ങനെ തൂവല് മാറി മറിയുന്ന പോലെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ചിന്തകൾ നല്ലതും ചീത്തയും കടന്നു വന്ന് മനുഷ്യന്റെ സ്വഭാവം മാറാനിടയുണ്ട്. തൗബ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഒരു സമയം വരും, മക്കൾ വല്ലാണ്ട് കുരുത്തക്കേട് കളിച്ച് ജീവിക്കും, പിന്നൊരു തിരിച്ചു വരവുണ്ട്. അള്ളാഹു തൗബ ചെയ്ത് മടങ്ങാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ജനങ്ങളെല്ലാവരും സമ്പത്തും സ്വർണവും വെള്ളിയും വാരിക്കൂട്ടാൻ ഓടി നടക്കുമ്പോൾ ശദ്ദാദ് ഇബ്നു ഔസേ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ മറക്കാതെ കൊണ്ടു നടക്കണമേ. اللهم إني أسألك الثبات في الأمر والعزيمة على الرشد وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت العلام الغيوب. സ്വർണത്തിന് 1.25 ലക്ഷം വിലയില്ലേ? അപ്പം അതിനേക്കാളും മെച്ചുള്ളത് എന്ന് പറയുമ്പോൾ ഇച്ചിരി പഠിക്കേണ്ടി വരും. അത്ര ഈസി ആയിട്ട് 2 വാക്കിലൊന്നും കിട്ടുന്ന ദുആയല്ല ഇത്, ഒന്നിരുന്ന് പഠിക്കേണ്ടി വരും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തബാത ഫിൽ അംർ. അല്ലാഹുവേ, നേരാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം, ആ വിഷയത്തിൽ മരണം വരെ, അവസാന ശ്വാസം വലിക്കുന്നത് വരെ ആ നന്മയിൽ നിലകൊള്ളാനുള്ള ആ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്, സ്റ്റഡ്ഫാസ്റ്റ്നെസ്, അവിടെ നിലനിൽക്കാനുള്ള, അതിൽ അടിയുറച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് അല്ലാഹുവേ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് ചോദിക്കൂ. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഈ പരിപാടിയുടെ വിജയത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അതിലിട്ട് കൊടുക്കണം. നമ്മുടെ പ്രവർത്തകർ വരാനായില്ലേ? പുറപ്പെടില്ലേ? അപ്പോൾ ഞാൻ യമാനിസ്ഥാനോട് പറഞ്ഞു, ഈ പാറാട്ടത്തെ പരിപാടി വിജയിക്കാൻ ഈ ബക്കറ്റൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും കൂടെ പറഞ്ഞു, എല്ലാവരും കൂടെ അങ്ങ് വിചാരിച്ചാൽ നടക്കാവുന്ന അത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവരെയും വിജയിപ്പിക്കും. അപ്പോൾ അതൊരു ബറക്കത്താണ്. നമ്മൾ പരിപാടിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്വതക്കെട്ട് കൊടുക്കാൻ നമ്മൾ കരുതി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, എല്ലാവരും സഹകരിക്കുക. അല്ലാഹു ബറക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ്. നേരായ വഴിയിൽ നിൽക്കാനുള്ള മനക്കരുത്ത് നൽകണേ. വസ്അലുക മൂജിബാതി റഹ്മതിക്. നിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാകുന്നതെല്ലാം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ, ഏത് കാര്യം ചെയ്താലാണോ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നത്, ആ വഴിയിലേക്ക് പടച്ചവൻ നമ്മളങ്ങനെ കൊണ്ടുപോകും. വഅസായിമ മഗ്ഫിറതിക്. നിന്റെ പാപമോചനം നീ ഞങ്ങൾക്ക് നൽകാൻ നിമിത്തമായേക്കാവുന്ന എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണമേ. വഅസ്അലുക ശുക്ര നിഅമതിക്. പടച്ചവനെ, നീ തരുന്ന നിഅമത്തുകൾക്ക്, നിന്റെ അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാൻ തൗഫീഖ് നൽകണേ. വഹുസ്ന ഇബാദതിക്. ശരിയാം വണ്ണം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണേ.
സ്വർണം വെള്ളിയൊക്കെ സമ്പത്താണ്. ഒരുപാട് കാശും ബിസിനസ് നടത്തിയിട്ട് സമ്പത്ത് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതിനേക്കാളും ഈ ചോദിക്കുന്ന നന്മകളല്ലയോ ഏറ്റവും വലുത്? പ്രാർത്ഥന കഴിഞ്ഞില്ല. വഅസ്അലുക ഖൽബൻ സലീമാ, ആരോടും ഒരു വെറുപ്പും വിദ്വേഷവുമില്ലാത്ത സുരക്ഷിതമായ ഹൃദയം, അസൂയയില്ലാത്ത, ഞാൻ വലുതാണെന്ന തോന്നലില്ലാത്ത, ഞാൻ തന്നെയാണ് ശരിയെന്ന തോന്നലില്ലാത്ത, അഹംഭാവമില്ലാത്ത വിനയാന്വിതമായ ഹൃദയം അല്ലാഹുവേ നൽകണേ. വലിസാനൻ സ്വാദിഖാ, സത്യം മാത്രം പറയുന്ന നാവ് നൽകണേ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, പടച്ചവനെ നിനക്ക് മാത്രം അറിയുന്ന, നീ അറിയുന്ന എല്ലാ നന്മകളും എനിക്ക് നൽകണമേ. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, എനിക്കറിയാത്ത എന്നാൽ നിനക്കറിയുന്ന ഒരുപാട് ഷർറുകൾ ഉണ്ടാകും. അതിൽ ചെന്നുപെടാതെ, ആ ഷർറുകളിൽ ചെന്നു ചാടാതിരിക്കാൻ പടച്ചവനെ എന്നെ കാക്കേണമേ. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, മാപ്പ് തരണേ റബ്ബേ, ഞാൻ മറന്നുപോയ പാപങ്ങൾ ഉണ്ടാകാം, നീ മാത്രം അറിയുന്ന എത്രയോ തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, മാപ്പ് നൽകണേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞുപോയതും അറിയുന്നവനായ റബ്ബേ. സത്യം പറയുന്നൊരു നാവും, നന്മയിൽ അടിയുറച്ചു നിൽക്കുന്ന ഹൃദയവും, നന്ദി ചെയ്യാനുള്ള ഒരു മനക്കരുത്തും, ആരാധനാ കർമ്മങ്ങൾ മനോഹരമായി നിർവഹിക്കാൻ കഴിയുകയും എല്ലാ നന്മകളും നൽകണേ, എല്ലാ ഷർറുകളൊന്നും കാക്കണേ. നിന്റെ നിഅമത്തും നിന്റെ റഹ്മത്തും കിട്ടാൻ കാരണമായേക്കാവുന്ന നന്മകളെ അറിയിച്ചു തരണേ. ഈ വാക്കുകളെ ശദ്ദാദ് ഇബ്നു ഔസേ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ജനങ്ങൾ സ്വർണവും വെള്ളിയും വാരിക്കോരി കൂട്ടാൻ മത്സരിക്കുകയാണെങ്കിൽ ഈ ദുആ ചൊല്ലാൻ നിങ്ങൾ മത്സരിക്കണേ. ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കണേ. അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഈ പ്രാർത്ഥനയെന്ന് നമ്മുടെ റസൂൽ നമുക്ക് കരുത്ത് ലഭിക്കാൻ, നമ്മൾ തളർന്നു പോവാതിരിക്കാൻ, വിഷമഘട്ടങ്ങളിൽ നമ്മളൊന്ന് ഇരുന്നു പോവാതിരിക്കാൻ, നമ്മുടെ മനസ്സ് പതറിപ്പോവാതിരിക്കാനാണ് പ്രാർത്ഥനകൾ നിബിധങ്ങൾ വാക്കുകൾ പറഞ്ഞു തന്ന് ചൊല്ലാൻ പഠിപ്പിച്ചത്. അതങ്ങനെ തന്നെ പഠിക്കണം, അത് പഠിക്കണം. ഈ പ്രാർത്ഥനകൾ പഠിക്കാനുള്ളതാണ്. എന്തിനെന്നറിയോ? ഇത് നമ്മുടെ കണക്ഷനാണ്. സാറ്റലൈറ്റ് ടവറുമായി നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യുമ്പോഴേ കോള് കിട്ടുള്ളൂ, നെറ്റ് കിട്ടുള്ളൂ, വാട്സപ്പ് കിട്ടുള്ളൂ, അല്ലേ? പടച്ചവനുമായി, ആലമുൽ മലക്കൂത്തുമായി നമ്മുടെ കണക്ടിവിറ്റി ശരിയാവണമെങ്കിൽ നമ്മുടെ ഖൽബിൽ നിന്ന് നാവിലൂടെ ഈ വാക്കുകൾ ഇങ്ങനെ പ്രവഹിച്ചാൽ ആകാശലോകങ്ങളുമായി ബന്ധിക്കാൻ കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രാർത്ഥനയാണ്. ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ മണ്ണിൽ ചെന്നപ്പോൾ ചെയ്ത ഒരു പ്രാർത്ഥന. ആരായിരുന്നുവോ നിബിതങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് അഭയം നൽകിയിരുന്നത്? അതായത് അബൂ ത്വാലിബ് മുസ്ലിമല്ലാതെ മരിച്ചുപോയി. ആ അബൂ ത്വാലിബിന്റെ മരണവും വീടിന്റെ അകത്ത് നിബിതങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണവും രണ്ടും സംഭവിച്ചത് ഒരേ വർഷം. പ്രവാചകർക്ക് 51 52 വയസ്സ് പ്രായമുള്ള സമയം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഖുറൈശികളായ പ്രമാണിമാർ ഈ അബൂ ത്വാലിബിന്റെ മുമ്പിൽ വന്നുകൊണ്ടാണ് പറഞ്ഞത്, അബൂ ത്വാലിബേ, നിങ്ങളുടെ നെഫ്യൂ, നിങ്ങളുടെ സഹോദരന്റെ മകൻ മുഹമ്മദ് നബിയോട് നിങ്ങളൊന്ന് പറയുമോ, ബിംബാരാധനയെ തള്ളിപ്പറയരുത്, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് മക്കയിൽ ഇനി ചർച്ച വേണ്ട. ആ പ്രവാചകനോട്, പ്രവാചകനാണെന്ന് പറയുന്ന അങ്ങയുടെ സഹോദരപുത്രനോട് ഈ മതത്തിന്റെ പ്രചരണം ഒന്ന് നിർത്തിവെക്കാൻ പറയുമെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അതിസുന്ദരിയായ ഒരു പെണ്ണിനെ നിങ്ങളുടെ സഹോദരപുത്രന് ഞങ്ങൾ ഭാര്യയായിട്ട് കൊണ്ടുതരാം. അറേബ്യയുടെ, മക്കയുടെ അധികാരം ആ നിങ്ങളുടെ സഹോദരന്റെ കൈകളിൽ ഞങ്ങൾ ഏൽപ്പിക്കാം. അത് വേണ്ടെങ്കിൽ എത്ര വലിയ സമ്പത്താണോ ആവശ്യപ്പെടുന്നത്, കോമ്പൻസേഷൻ, ഞങ്ങളതിന് പകരം കൊടുക്കാം. ഈ പ്രബോധനം നിർത്തിവെക്കുമോ എന്ന് നിങ്ങളുടെ സഹോദരപുത്രനോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോ, ഞാൻ സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നു നബിയോട് വിവരം പറഞ്ഞപ്പോ, പിതാവോളം നബിതങ്ങൾ സ്നേഹിച്ച ആ മനുഷ്യനോട് നബിതങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അബൂ ത്വാലിബേ അമ്മീ, എന്റെ ഉപ്പയോളം എനിക്ക് സ്ഥാനമുള്ള എന്റെ ഉപ്പയുടെ സഹോദരരെ, ചുട്ടുപൊള്ളുന്ന സൂര്യൻ എന്റെ വലത് കൈയിലും ഏകദേശം അത്രത്തോളം എന്ന് നമുക്ക് തോന്നുന്ന ചന്ദ്രൻ എന്റെ ഇടത് കൈയിലും അങ്ങ് വെച്ചു തന്നിട്ട് ഈ പ്രബോധനം നിർത്തിവെച്ചില്ലെങ്കിൽ
ഇത്രയും വലിയ ഭാരം കയ്യിൽ തന്ന് നിങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും അല്ലാഹു എന്നെ ഏൽപ്പിച്ചു തന്ന ദൗത്യം ഞാൻ നിർവഹിക്കാതെ പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല ഉപ്പ എന്ന് അബൂ ത്വാലിബിനോട് പറഞ്ഞപ്പോഴാണ് അബൂ ത്വാലിബ് എന്നവരുടെ മറുപടി ഉള്ളത്, മുഹമ്മദേ നബിയേ വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയതി ദീനാ. മനുഷ്യന് ലഭ്യമായ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവുകളാണ് നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത്. മനുഷ്യൻ കണ്ട മതവിശ്വാസങ്ങളിൽ വെച്ച് ദൈവികമെന്ന് പറയാവുന്ന ഏറ്റവും നല്ല മതമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ലെഗസിയാണ് മോനെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് വാപ്പക്ക് തുല്യനായ നബിതങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബ് എന്നവർക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു. മോനെ ഞാനത് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് മരണപ്പെട്ട ആളാണ്. എന്റെ നേതൃത്വം, ഞാൻ ഇവരുടെ നേതാവായി ജീവിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് സഹോദരപുത്രന്റെ മതത്തിന്റെ ഭാഗമാകുന്നത്? അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ മുഹമ്മദ് നബിയെ, അങ്ങേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് നിബിതങ്ങൾക്ക് ബാക്കപ്പ് കൊടുത്ത, പ്രൊട്ടക്ഷൻ കൊടുത്ത പിതാവിന് തുല്യനായ പിതൃ സഹോദരനാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് മരണപ്പെടുമ്പോൾ ഹബീബിന്റെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ മക്കയുടെ ഉള്ളിൽ നഷ്ടമാവുകയാണ്. അബൂ ത്വാലിബ് എന്നൊരൊറ്റ മനുഷ്യനെ പേടിച്ചത് കൊണ്ടാണ് ഖുറൈശികൾ നിബിതങ്ങളെ ഹറാസ്മെന്റ് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ ഫിസിക്കലി നിബിതങ്ങളെ അറ്റാക്ക് ചെയ്യാതിരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ ഭാര്യയും ഓർക്കേണ്ടത്, എല്ലാ ഭർത്താവും ഓർക്കേണ്ടത് ഹബീബായ നബി തങ്ങളുടെ സാന്ത്വനമായിരുന്നു ഹബീബിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. കല്യാണം കഴിക്കേണ്ടത് അതിനാണെന്നാണ് ഖുർആൻ പറയുന്നത്, സമാധാനം ലഭിക്കാനാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാണ്, അതൊരു ബോറടിയാണ് എന്നൊക്കെ കോമഡി പറയുന്നവരൊക്കെ അങ്ങനെ ഭാര്യ ഒരു ചടപ്പിക്കലാണ്, ഭർത്താവ് ഒരു ബോറടിയാണ്. പിന്നെ ആരാ അതൊക്കെ പരിഹരിക്കുന്നത്? അപ്പുറത്തുള്ള നടക്കാൻ പോണ കാര്യമാണ് അതൊക്കെ. ഇങ്ങനെ നന്മയെ ചടപ്പിക്കുക. കുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുക. അപ്പൊ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും റീൽസ് ആണെങ്കിലും ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ബോറടിപ്പിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കുക. കോടിക്കണക്കിന് മനുഷ്യന്മാർ അന്തസ്സിൽ സമാധാനത്തോടുകൂടി ജീവിക്കുന്നില്ല. വല്ല കുഴപ്പമുണ്ടോ? എന്നിട്ട് ആർക്കോ ഏതോ ഒരു ഇൻഫ്ലുവൻസർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകാം, ഒരു ഡയറക്ടർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ നാട്ടിലുണ്ട്, പ്രശ്നങ്ങളില്ലാത്തിടത്ത് എവിടെയാ? അതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വിവാഹം എന്ന വലിയൊരു നന്മയെ ചെറുതായി കാണിക്കുക. ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്യാണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്താണ് സൂറത്തുർ റൂം. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ട് സൂര്യനും ചന്ദ്രനും കടലും ചെടികളും മനുഷ്യന്റെ സൃഷ്ടിപ്പും മനുഷ്യന്റെ വിവിധ ആപ്റ്റിറ്റ്യൂഡുകളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന ഒരു ദൃഷ്ടാന്തമാണ് വിവാഹം എന്ന് പറഞ്ഞ ആയത്താണിത്. വളരെ മനോഹരമാണ്. സൂറത്തുർ റൂമിന്റെ മഅന, അതിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പരിശോധിച്ച് നോക്കുക. ഈ ആയത്ത് പരാമർശിച്ചതിന്റെ മുമ്പും ശേഷവും വേറെ ചില ദൃഷ്ടാന്തങ്ങളെ ഖുർആൻ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. വളരെ മനോഹരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഇണയെ പടച്ചു തന്നത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നത്രേ. ഒരാണിനൊരു പെണ്ണ് ഭാര്യയായിട്ട്, ഒരു പെണ്ണിനൊരാണിനെ ഭർത്താവായിട്ട് അല്ലാഹു ആണും പെണ്ണും മനുഷ്യരിൽ ഉണ്ടാക്കിയത് പടച്ചവന്റെ ദൃഷ്ടാന്തമാണത്രേ. അല്ലാഹു ഉണ്ടെന്നറിയിക്കുന്ന ദൃഷ്ടാന്തമാണ്. ഒന്നുകൂടെ പടച്ചവൻ വ്യക്തമാക്കുക അതിന് ഇങ്ങനെ ദൃഷ്ടാന്തമായത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഒരു കണ്ടുപരിചയവും ഇല്ലാതിരുന്ന നിങ്ങൾ നിക്കാഹിന്റെ വചനങ്ങൾ ചൊല്ലി ഭാര്യയും ഭർത്താവുമായി മാറുന്നതോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കാരുണ്യവും സ്നേഹവും വിട്ടു തന്നത് അല്ലാഹു ചെയ്ത പണിയാണ്.
അല്ലെങ്കിൽ നമ്മൾ പറയും കുറെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടേ, അപ്പോഴല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആളൊന്ന് പരിചയപ്പെടണ്ടേ, ഒന്ന് കൂടെ കിടക്കണ്ടേ, ഒന്ന് ഒരുമിച്ച് നടക്കണ്ടേ, എന്നിട്ടല്ലേ ഇഷ്ടാവോ അല്ലേ എന്നൊക്കെ അറിയുള്ളൂ. ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങളുടെ കൽബിലേക്ക് സ്നേഹവും കാരുണ്യവും വിട്ടുതന്നത് പടച്ചോൻ ചെയ്ത പണിയാണ്. ഇവിടെ ഒരു അള്ളാന്റെ ഇടപെടലുണ്ട് ഓരോ നിക്കാഹിലും എന്ന് പറഞ്ഞിട്ട് ആയത്തിനെ റബ്ബ് കൺക്ലൂഡ് ചെയ്യുന്നത് അതിലും മനോഹരം. ഇന്ന ഫീ ദാലിക ലആയാത്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വേറെയുമുണ്ട്. ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക്, ആലോചിക്കാൻ കഴിയുന്നവർക്ക്. ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വാരിപ്പുണർന്നപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ ഇഖ്റ, ഓതുക നബിയേ എന്ന് പറയുകയും അക്ഷരാഭ്യാസമില്ലാതിരുന്ന നമ്മുടെ പുണ്യ റസൂൽ ഈ നടക്കുന്ന പ്രോസസ് എന്താണെന്ന് പോലും അറിയാതെ പേടിച്ചു വിറച്ചുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യനോട് വായിക്കണം, പഠിക്കണം, എഴുതണം, രേഖയാക്കി വെക്കണം എന്ന് പഠിപ്പിച്ച് അറിവിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്ത 5 ആയത്തുകൾ. ഈ ആയത്തുകൾ ഇറങ്ങി പേടിച്ച് വിറച്ച നബിതങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് താഴെ ഇറങ്ങി ആരെയാണ് അന്വേഷിച്ചു പോയതെന്നറിയുമോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയല്ല, നബിതങ്ങളുടെ പിതൃ സഹോദരൻ ഹംസ തങ്ങളുണ്ട് അവിടെ, അവരെയല്ല, അബൂ ത്വാലിബിനെയല്ല തേടിപ്പോയത്. നബിതങ്ങൾ പേടിച്ച് വിറച്ച് വിഷമിച്ച് പനി ബാധിച്ചപ്പോൾ ഓടിച്ചെന്നത് തന്റെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എന്റെ ഖദീജ എവിടെ എന്ന് പറഞ്ഞ് ആ ഭാര്യയുടെ അരികത്തേക്കാണ് ഓടിച്ചെന്നത്. ഖദീജ ബീവിക്ക് നബിതങ്ങളെക്കാളും 15 വയസ്സ് ഏറെയാണ്. ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവിയുടെ ചരിത്രം, കല്യാണം പറഞ്ഞിട്ട് കോൺട്രോവേഴ്ഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാക്കുന്നവരെ, മുത്തുനബിതങ്ങൾ 25 കൊല്ലം ജീവിച്ച ഭാര്യ ഖദീജ ബീവി മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ 6 കൊല്ലം 7 കൊല്ലം അത്രേ ഉള്ളൂ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ജീവിച്ച കൊല്ലമാണ് 25 വർഷം. മുന്നബിക്ക് 25 വയസ്സ്, ബീവിക്ക് 40 വയസ്സ്. ബീവിക്ക് 2 കല്യാണം മുമ്പുണ്ടായി, ആ ഭർത്താക്കന്മാർ മരിച്ചുപോയി. ആ 2 ആൾക്ക് വിധവയായ പെണ്ണിനെയാണ് മുന്നബി കല്യാണം കഴിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറയായിരുന്നു, എന്റെ ഖദീജയോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്, അതാർക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹബീബിന്റെ ഒരു സ്നേഹമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. زملوني 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 خديجة ഖദീജ, എനിക്ക് പുതപ്പിട്ടു തരൂ, എനിക്ക് വിറക്കുന്നു, പനി വന്നിരിക്കുന്നു, ഞാൻ പേടിച്ചിരിക്കുന്നു ഖദീജ, എനിക്ക് പുതപ്പിട്ടു തരൂ എന്ന് പുണ്യനബി ചോദിച്ച നേരം ഭർത്താവ് പേടിച്ചു വരുമ്പോഴേ, കച്ചവടം നഷ്ടമായി വരുമ്പോഴേ, ഒരു ഡീൽ ഫെയിലായി വരുമ്പോഴേ, ജോലി നഷ്ടപ്പെട്ട് ടെർമിനേഷൻ ലെറ്റർ വാങ്ങിച്ചു വരുമ്പോ, വിസ ക്യാൻസൽ ആക്കിയിട്ട് നാട്ടിലേക്ക് കയറ്റിച്ച് വരുമ്പോ ആശ്വാസം നൽകാനുള്ളത് ഭാര്യയായിരിക്കണം. ഖദീജ ബീവിയുടെ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഹദീസിന്റെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ലാ യുഖ്സീകല്ലാഹു അബദാ. ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുക, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല. റിലാക്സ്, Allah will never abandon you. Allah ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. അതുകൊണ്ട് take it easy. അങ്ങ് വിഷമിക്കരുത്. Calm down, cool down. ഹബീബിനോട് ആശ്വസിക്കാൻ പറയാൻ ഖദീജ റളിയല്ലാഹു അൻഹ. ഇനി പറയുന്നത് പുണ്യനബി തങ്ങൾ ആരാണെന്ന് ഖദീജ ബീവി മനസ്സിലാക്കിയത്. ഈ നിമിഷം വരെ ബീവിക്ക് അറിയൂല ഇത് അന്ത്യപ്രവാചകരാണെന്ന് സല്ലല്ലാഹു. ഇത് പ്രവാചകരാണ്, ഇത് നബിയാണ്, ഇത് വഹയാണ് വന്നത് ഇതൊന്നും ബീവിക്ക് അറിയൂല. പക്ഷേ ഒരാൾക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ നന്മയാണ് നമ്മൾ കാണേണ്ടത്. കുഴപ്പം നോക്കിയാൽ അതേ കാണാനുണ്ടാവുള്ളൂ. ഇപ്പൊ എന്റെ ഡ്രസ്സിൽ ഒരു സ്റ്റെയിൻ, ഒരു ബ്ലാക്ക് ഡോട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊരു കറണ്ടല്ലോ എന്നല്ലേ നമ്മൾ പറയാ. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒളിത്തിരിക്കുന്നു എന്ന് പറയോ? ഇല്ല, നമ്മൾ ആ കറയെ കാണാറുള്ളൂ. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, ഇങ്ങനെ കറയില്ലാത്തത് ആരാളുള്ളത്? നമുക്കൊക്കെ കുഴപ്പങ്ങളില്ലേ? അതുകൊണ്ടൊരു മനുഷ്യന്റെ നന്മയെ കാണാൻ കഴിയുക എന്നതാണ്.
ഇന്നക ലതസിലുർ റഹിം, കുടുംബ ബന്ധം ചേർത്തുന്നവരല്ലയോ നബിയേ അങ്ങ്. ഞങ്ങൾ ചെയ്ത നന്മകൾ പറയാം. നമുക്കൊന്ന് കുടുംബക്കാരെ നമ്മൾ കണ്ടുകൂടാ, അനുജന ജ്യേഷ്ഠനെ പാർട്ട്ണർഷിപ്പിൽ കൂട്ടൂല അല്ലേ? എന്തേ? അത് പിന്നെ കുടുംബം തെറ്റും. എങ്ങനെ തെറ്റാനാ? പക്ഷേ ജ്യേഷ്ഠാനുജന്മാരും സുഹൃത്ത് വീട്ടുകാരും ബന്ധുക്കളും ഒരുമിച്ച് നടക്കുന്ന എത്രയോ ബിസിനസ്സുകൾ ഉണ്ടല്ലോ. അള്ളാഹു ബറക്കത്ത് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അതിൽ ആരും ആരെയും പറ്റിക്കാതിരുന്നാൽ മതി. ഒരാൾ വഞ്ചന ചെയ്യാൻ തുടങ്ങിയാൽ ആ പ്രശ്നം ഉണ്ടാവുള്ളൂ. ആ ഒരു ഒരുമ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുണ്യനിബിധങ്ങളിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കണ്ടത് ആദ്യത്തെ ഗുണമത. ആരും പിണങ്ങരുത്, ആരും തെറ്റരുത്, ആരും ആരെയും ബന്ധുക്കളെ കാണുമ്പോൾ മുഖം ചുളിക്കരുത്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറരുത്. വിട്ടുകളാ, മാപ്പ് ചെയ്യ്. ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മാതൃകയാക്കിക്കൂടെ? നമുക്കിതിൽ മാതൃകയില്ലേ? നമ്മളോട് ഇതൊക്കെ സ്വീകരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. പാവപ്പെട്ട ആളുകൾ വന്ന് ഒരു കാര്യം പറയുമ്പോ ഉള്ളതെടുത്ത് കൊടുത്തുകൊണ്ട് സഹായിക്കുന്നവരല്ലയോ അങ്ങ്. അങ്ങയെ അല്ലാഹു കൈവടിയൂല. പാവങ്ങളെ സഹായിക്കുക. ഒരുപാട് ആളുകൾ ഈ പാറാട്ടുകാർ അതിന് മാതൃകയായി ഒരുപാട് ആളുകളെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന, ദുബൈയിലും മറ്റൊക്കെ ബിസിനസ് ഉള്ള എത്രയോ ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവരാരാണെന്ന് അല്ലാഹുവിനും അറിയാം. അതൊരു വലിയ നന്മയാണ്. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് പുണ്യനബി തങ്ങൾ ചെയ്ത നന്മയാണ്. അങ്ങ് അതിഥികളെ സ്വീകരിക്കുന്നവരല്ലയോ? അതിഥികൾ എന്ന് പറഞ്ഞാൽ സമയം നോക്കാതെ കയറി വരുന്നവരെന്നാണ് അതിന്റെ ഒറിജിനൽ അർത്ഥം. ഇപ്പൊ നമ്മൾ വിളിച്ചു പറഞ്ഞ് നാളെ വരട്ടെ എന്ന് പറഞ്ഞ് വരുന്ന അതിഥിയാണ് ഇപ്പോഴത്തെ അതിഥികൾ. പക്ഷെ മുമ്പ് അങ്ങനെയല്ല. അവര് വരുമ്പോ വീട്ടിൽ ഒന്നും ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ വീട്ടുകാർക്ക് പോലും എടുക്കാൻ വെച്ചത് മാറ്റിവെച്ച് അതിഥികളെ സന്തോഷിപ്പിക്കുക. അതിൽ വലിയ ഒരു കൗതുകം എന്താണെന്നറിയോ? ഈ വന്ന അതിഥി ആരാണെന്ന് പോലും ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല. എന്നാലും അവർക്ക് ഭക്ഷണം വിളമ്പുന്ന സ്വഭാവം അറബികൾക്കുണ്ട്. നമ്മളാണെങ്കിൽ ഫാത്തിഹ അറിയോ, ചൊല്ല്, ഖുൽ ഹുവല്ലാഹു അറിയോ, നമ്മളാകെ കുറച്ച് ടെസ്റ്റ് ചെയ്യാം അല്ലേ? ഒരു അതിഥി തൊഴിലാളി വന്നാൽ ഓനെ കൊണ്ട് ഫാത്തിഹ ഓതിപ്പിക്കുക. പൊന്നാര ചങ്ങാതിമാരെ, നമ്മൾ അതിനൊന്നും നിൽക്കണ്ട. ഓർക്ക് ഫാത്തിഹ അറിയില്ല, ഓലും പഠിച്ചോൻ അറിഞ്ഞോളൂ. നമ്മൾ എന്തിനായി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്? ഓൻ പറയാണ് ഞാൻ ഒരു മുസ്ലിമാ, ആ ഒരു ടെസ്റ്റ് മണി മതി. പിന്നെ ഖിത്താൻ ചെയ്തിട്ടുണ്ടോ, ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യരുത്. അതൊക്കെ ഒരു മോശമാണ്. നമ്മൾ അറിയാത്തൊരു, അവർക്ക് പഠിക്കാൻ മദ്രസ ഉണ്ടായിട്ടുണ്ടാവില്ല, അവരുടെ നാട്ടിൽ ജമാഅത്ത് മഹല്ലു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല, അവർക്കത് അറിയില്ല. അവർ നിരപരാധികളാണ്. അപ്പൊ അവര് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഖലാസ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്തു കൊടുത്തോ, ഇല്ലേ വിട്ടേക്ക്. ഒതുടിപ്പിക്കുക. ലോഹർ കിത്തന റക്കാത്തെ ആരായി PhD എടുത്ത ആളെ ചോദിക്കണത്? ആ ചങ്ങാതിക്ക് ഒന്നും അറിയണ്ടാവില്ല. അപ്പൊ ചിലപ്പോ സുബഹി 8 റക്കാത്തെന്നൊക്കെ പറയും സാധു. അപ്പൊ എന്നിട്ട് കളിയാക്കി ചിരിക്കുക, മുസൽമാന് അങ്ങനെ പറയരുത്. അതിഥികൾ ആരെന്നറിയാതെ അവരെ സഹായിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ജാതിയും മതവും അവിടെ പ്രശ്നമില്ല. ഒന്നിനും മതം പോലും ഇല്ലാത്ത ആളായിരിക്കാം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അരികത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കയറി വന്നത് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. 60 വയസ്സുള്ള 60 70 വയസ്സുള്ള ഒരു പ്രായമായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിച്ചിരുന്ന ആളാണ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ റോട്ടിൽ ഇറങ്ങി നിൽക്കും, ആരെങ്കിലും കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇന്നും ഫലസ്തീനിൽ തെക്കിയ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇബ്രാഹിം നബിയുടെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു കുന്നിന്റെ ചെരുവിൽ, അവിടെ ഇബ്രാഹിം നബിയുടെ ആ കാലഘട്ടം മുതൽ എന്നവർ പറയുന്നു. അല്ലാഹു അലം, ഇപ്പോഴും ആർക്കും എത്ര നേരം വന്ന് നമ്മുടെ ഭക്ഷണം കഴിച്ചു പോകാം. അതിനൊരുപാട് ആളുകൾ ഫണ്ട് ചെയ്ത് ഇബ്രാഹിം നബിയുടെ ആതിഥ്യ മര്യാദയെ ഇന്നും നിലനിർത്തുന്നുണ്ട്. ഞാൻ ആ ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്, പോയവരോ കണ്ടിട്ടുണ്ട്. തെക്കിയ ഇബ്രാഹിം എന്നാ പറയാം. അങ്ങനെ ഒരു മനുഷ്യനെ കിട്ടി. വാ, വിശക്കുന്നുണ്ടോ? ഉണ്ട്, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി കൈപിടിച്ച് കൊണ്ടുപോയി ആ മനുഷ്യനെ ഇരുത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചു. നമ്മളൊക്കെ ചോദിച്ച പോലെ ഇബ്രാഹിം നബി, എന്താ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഏയ്, ഞാൻ അതൊന്നും അല്ല, ഞാൻ വേറെയാന്ന്. എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയി. ജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം, വഹി വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിമേ,
70 വർഷമായി ആ മനുഷ്യൻ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. ആ മനുഷ്യന് ഞാൻ 70 കൊല്ലമായി ഭക്ഷണം നൽകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഇബ്രാഹിമേ നിന്നെ കൊണ്ടായില്ല എന്ന് ഇബ്രാഹിം നബിക്ക് ആക്ഷേപം വന്നു. അങ്ങനെ ഇറങ്ങി ഓടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ മനുഷ്യന്റെ പിന്നാലെ ഓടിയിട്ട് നിന്റെ വിഷയം പറഞ്ഞ് അല്ലാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു, വാ നിനക്ക് ഞാൻ ഭക്ഷണം തരുന്നു, ഏത് വിശ്വാസക്കാരനായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത നബിയാണ് നമ്മുടെ ഹബീബിന്റെ വല്ലിപ്പയായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹബീബ് ചെയ്ത നന്മകളാണ്. ചില വീട്ടുകാർക്ക് ഒരു അതിഥി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ചില ആളുകൾക്ക് ആരെയും കിട്ടിയില്ലേ, എത്ര ആളാ ഉള്ളത്, പിന്നെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അല്ലേ. എന്റെ അഭിപ്രായം പറയാം, നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളൊക്കെ മലപ്പുറത്ത് മുരിങ്ങൊക്കെ താളിക്കാന്ന് പറയും. കഞ്ഞിവെള്ളം എടുത്തിട്ടേ ഇലയിട്ട് 2 ഉപ്പിട്ട് കൊടുത്താൽ കുറച്ച് ഉള്ളിലേക്ക് ഇതാക്കി കൊടുത്താൽ ഒരു താളിപ്പ് കിട്ടും. മലപ്പുറത്തൊക്കെ ഉണ്ടത്. അത് വെച്ച് കൊടുത്തിട്ടാണെങ്കിലും അവനവന്റെ വീട്ടിൽ വെച്ചത് കൊടുക്കാൻ കഴിയുക, അതാണ് ആതിഥ്യം. നമ്മളിപ്പോ റോട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പലതും മേശയിൽ നിരത്തി വെക്കാൻ പറ്റിയേക്കും. നമുക്കൊരു കൂലി വേണ്ടേ? നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്. പെണ്ണുങ്ങൾക്കും തിരക്കുണ്ട, ഉള്ളത് മതി, അത് മതി, കുറെ ഒന്നും വെച്ച് വിളമ്പണ്ട. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയത് കൊടുക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. ഈമാൻ അള്ളാഹു സ്വീകരിക്കുന്ന ഈമാനുള്ളവർ അതിഥികളെ ബഹുമാനിച്ചുകൊണ്ട് സൽക്കരിക്കുന്നവരാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാ, ഇന്നക ലതസിലുർ റഹിം, കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലയോ നബിയേ അങ്ങ്, വതുഈനുൽ മൽഹൂഫ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ, വതഖിറുൽ വൈഫ, അതിഥികളെ സൽക്കരിക്കുന്നവരല്ലയോ, സമൂഹത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും ചുമക്കുന്നവരല്ലയോ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, കൊടുങ്കാറ്റടിക്കുമ്പോ, മഴ തിമിർത്ത് പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ, മലയിടിച്ചിലുകൾ ഉണ്ടാകുമ്പോ, ഫ്ലഡ് ഉണ്ടാകുമ്പോ, ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടാകുമ്പോ ആ പ്രദേശങ്ങളിലേക്ക് ഓടിച്ചെന്ന് സഹായിക്കാൻ പോകുന്നവരല്ലയോ നബിയേ അങ്ങ്. നമ്മളെന്ന് പറയുന്ന നമ്മുടെ വിഖായ വളണ്ടിയർമാരും വൈറ്റ് ഗാർഡും നമ്മുടെ പ്രവർത്തകരൊക്കെ ചെയ്യുന്ന ഈ നന്മയുടെ തുടക്കക്കാരാരാ? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണിയാണ് ഇതൊക്കെ. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ ഓടിച്ചെന്ന് നബി തങ്ങൾ 40 വയസ്സ് വരെ ഹബീബ് ചെയ്ത നുബുവത്തിന്റെ കാലം വരെ ഹബീബിന്റെ ജോലി അതായിരുന്നു എന്ന് ഖദീജ റളിയല്ലാഹു അൻഹാ ഇത് പറഞ്ഞുകൊണ്ട് ഹബീബിന് ആശ്വാസം നൽകിയ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മാതാവാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ആ 2 പേർ അബൂ ത്വാലിബ് എന്നവരും ഖദീജ റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ വളർത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ത്വായിഫിലേക്ക് പോയി. ത്വായിഫുകാർ അല്ലാഹുവിന്റെ ഹബീബിനെ കല്ലെടുത്ത് ഓടിക്കുകയും ആ കാലിൽ നിന്ന് ചോര ഒലിക്കുകയും ചെയ്ത ഒരു നേരം കാല് നിലത്ത് വെക്കുമ്പോഴേക്കും കുട്ടികൾ കല്ലുകൊണ്ടെറിഞ്ഞു. അത് മുതിർന്നവരെ ചെയ്യിപ്പിച്ചതായിരുന്നു. ബനൂ സഖീഫുകാരാണ് ത്വായിഫുകാർ, ഹബീബിന്റെ ഉമ്മയുടെ കുടുംബക്കാരാ, ബനീ സുഹറക്കാരാ. പക്ഷെ നബി തങ്ങളെ ഉപദ്രവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയായിട്ടേ ഉള്ളൂ. ആ ഉടനെ അത് കഴിഞ്ഞൊരു വർഷം അല്ലെങ്കിൽ 2-3 വർഷമാകുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസങ്ങൾ തുടങ്ങി. ഇതാ നബുവത്തിന്റെ 12ാമത്തെ വർഷം പുണ്യ നബി തങ്ങൾക്ക് ഈ 2 പേരും നഷ്ടമായി. ത്വായിഫിൽ ചെന്ന് കാലിൽ ചോര ഒലിച്ചു. കാലിൽ തൊലി ഉരിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പൊ ചോര ഒലിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. കാലിൽ നിന്ന് ചോര വന്നാൽ കാലും കൈയൊക്കെ വളരെ വളരെ നല്ല ശക്തമായ ടിഷ്യൂസ് ആണ് പടച്ചം വെച്ചിട്ടുള്ളത്. നമ്മുടെ തൊലി അങ്ങനെയാണ്. അതിന് കട്ടാകുമ്പോ നല്ല വേദന ഉണ്ടാവും അല്ലെ? നമ്മുടെ പാവമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴേ എത്ര തവണ കൈ മുറിച്ചിട്ടുണ്ടാവും, കൈ കത്തി തട്ടിയിട്ടല്ലേ? നമ്മൾ അറിയാറുണ്ടോ? നമ്മുടെ ഉമ്മാരൊക്കെ അത് സാരല്ലോ, ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് കെട്ടിവെക്കും. കൈ മുറിഞ്ഞ് കാണും, ചോരൊലിച്ച് കാണും. നമ്മള് ഉപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോ അവരനുഭവിച്ച ത്യാഗം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓർക്കണം. അല്ലാഹു നമുക്കൊക്കെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഖൈറും സന്തോഷവും ബറക്കത്തും ആഫിയത്തും സലാമത്തും നമ്മുടെ മക്കളിൽ കൺകുളിർമയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള സൗഭാഗ്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരുപാട് ദുആകളുണ്ട് ഹബീബിന്റെ പ്രാർത്ഥന. അതൊക്കെ
ഇതൊക്കെ നമ്മുടെ കൈകളിൽ നബിതങ്ങൾ ഏൽപ്പിച്ച നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ, ഹൃദയത്തിന് ഊർജം പകരാൻ, നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഊർജ്ജസ്വലത ഉണ്ടാക്കാൻ, പടച്ചതമ്പുരാനുമായി കണക്ട് ചെയ്യാൻ, നമ്മൾ തകർന്നു പോകാതിരിക്കാൻ പുണ്യനിബിതങ്ങൾ ചൊല്ലി പഠിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകളാണ്. അതൊക്കെ പഠിക്കണം. വലിയൊരു പ്രാർത്ഥന ഹബീബ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുന്നിൻ ചെരുവുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഖർനു സആലിബ് എന്ന് പറയുന്ന പാറക്കെട്ടുകളുടെ ഒരു കൂട്ടത്തിന്റെ അരികത്ത് വന്ന് നബിതങ്ങൾ ഇരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഞാൻ മേലോട്ട് നോക്കുന്നു, ഇരുണ്ട ആകാശം എന്തോ നിശബ്ദമായതുപോലെ. ത്വായിഫ് എന്നത് മലനിരകളാണ്. ത്വായിഫിന്റെ താഴെയാണ് മക്ക കിടക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1000-ലേറെ മീറ്ററുകൾ ഹൈറ്റിൽ കിടച്ച 600, 700, 800 മീറ്ററുകളോളം ഹൈറ്റുള്ള പ്രദേശങ്ങളുണ്ട് ത്വായിഫിൽ. അത്രയും ഉയർന്ന ഒരു പ്രദേശത്ത് വിവിധങ്ങൾ ആകാശത്തേക്ക് നോക്കി നിന്നൊരു നേരം മനസ്സിലേക്കൊരു പ്രാർത്ഥന വരുന്നു. അതല്ലാഹു ഹബീബിന്റെ നാവുകളിൽ അല്ലാഹു ഇറക്കി കൊടുത്ത വഹീന്റെ വചനങ്ങളാണ്. അല്ലാഹുമ്മ ഇലൈക അശ്കൂ ദുഅഫ ഖുവതി. നാട്ടുകാര് മുഴുവനും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത് മക്കയിൽ നിന്ന് 60 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ത്വായിഫിൽ നിന്നുള്ള ദുരനുഭവങ്ങൾ അനുഭവിച്ച് കാലിൽ നിന്ന് ചോര വന്ന് ഒരു പാറക്കല്ലിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ഹബീബ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇലൈക, പടച്ചവനെ നിന്നോട് അശ്കൂ ദുഅഫ ഖുവതി.